ഗൈസ്, എല്ലാവർക്കും ചെമ്പനീർ ഇപ്പോൾ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോ നമ്മുടെയൊക്കെ മനസ്സിന് വല്ലാതെ പിടിച്ചു കുലുക്കുന്ന, നമ്മുടെയൊക്കെ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെയുള്ള ഒരു പ്രൊമോ ആയിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ സച്ചി ആ ഒരു അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടി പൈസ ഒന്നും കിട്ടാഞ്ഞിട്ട് എന്താ പറയാ, പലിശക്കാരൻ തരുന്നില്ല, നമ്മുടെ രേവതി ആണെങ്കിൽ കാണുന്നുമില്ല. അങ്ങനെ അവസാനം ഒടുവിൽ സഹി കെട്ട് തന്റെ ജീവനായ കാറ് വിൽക്കാൻ വേണ്ടി പോവുകയാട്ടോ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അയാൾ ഭയങ്കര പൈസ കുറച്ചാ പറയുന്നത്, കാരണം കുറെ പണിയുള്ള ഒരു കാറാണല്ലോ. അപ്പൊ അയാൾ തുച്ഛമായ ഒരു പൈസയാണ് കൊടുക്കുന്നത്. എങ്കിൽ പോലും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അത്യാവശ്യമാണ് പൈസ, താങ്കൾ ഇത് വിറ്റ് എനിക്ക് പൈസ തരണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു വിൽക്കാൻ പോയ ആള്, ആ ഒരു എന്താ പറയാ, വണ്ടി മേടിക്കാൻ ചെന്ന ആള് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ വണ്ടി വിൽക്കണോടാ, പണയപ്പെടുത്തിയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, പണയപ്പെടുത്തിയാൽ ഇത്രയും തുക എനിക്ക് കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ആ ഒരു തന്റെ ആ ഒരു എന്താ പറയാ, അച്ഛനും ജീവനാണ്. പക്ഷെ എന്നാൽ കൂടി സച്ചി എപ്പോഴും പറയും, എനിക്ക് അച്ഛനും കാറും ഒക്കെ ഒരേപോലെയാണെന്ന് പറയും. അത്രയ്ക്കും എന്താ പറയാ, അത്രയ്ക്കും ജീവനായിട്ടുള്ള ഒരു കാറാണ് കേട്ടോ വിറ്റത്. അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങനെ പുറകെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു രംഗം കേട്ടോ. കാറ് വിറ്റ് പോയ ശേഷം കാറിന് ഇങ്ങനെ അവസാനമായിട്ട് ഒരു നോക്കുന്ന ഒരു രംഗം, അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ സച്ചി പാഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുകയാണ്, അത് കിട്ടിയ പൈസയും കൊണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ബാക്കി 3 ലക്ഷം രൂപയും കൂടി വേണമല്ലോ, ഇനി എന്ത് ചെയ്യും, ഇത് തികയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ ഈ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന്. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഞാൻ കാറ് വിറ്റതാണെന്ന്. അപ്പൊ ചന്ദ്രയ്ക്ക് ഇത് കേട്ടപാടെ ഭയങ്കര സങ്കടമുണ്ട്. ചന്ദ്രയ്ക്ക് അറിയാം സച്ചിക്ക് ജീവനാണ് കാറെന്ന്. അപ്പൊ ചന്ദ്ര ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എന്നിട്ട് സച്ചി ഭയങ്കര എന്താ പറയാ സഹതാപത്തോടുകൂടി നോക്കുന്നുണ്ട്. നമ്മുടെ ചെമ്പനീർ പൂ തുടങ്ങിയിട്ട് ചന്ദ്ര സച്ചിനെ ഇങ്ങനെ നോക്കുന്നത് ആദ്യമായിട്ടാട്ടോ കാണുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, നീ ആരുടെയും മുന്നിൽ അലയണ്ട, അച്ഛന് വേണ്ടി നീ നിന്റെ ജീവനായ കാറ് വരെ വിറ്റില്ലേ, അതിലും വലുതല്ല ഈ സ്വർണ്ണമെന്നൊന്നും പറഞ്ഞിട്ട് ആ ഒരു എന്താ പറയാ, ചന്ദ്രയുടെ ദേഹത്ത് കിടന്ന സ്വർണ്ണം മൊത്തം ഊരി നമ്മുടെ സച്ചിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്തുതിയും കയ്യിലുണ്ടായുള്ള മോതിരവും മാലയും ഒക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, അച്ഛന്റെ ജീവനയിലും വലുതല്ല ഈ ഒരു സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര ആ ഒരു സ്വർണ്ണമൊക്കെ ആഭരണങ്ങളൊക്കെ നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് ഊരി കൊടുക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണാൻ സാധിച്ചത്. വളരെയേറെ വേദനാജനകമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾ തന്നെ കേട്ടോ. അപ്പൊ ഇതൊക്കെ മറിഞ്ഞു നിന്ന് നമ്മുടെ രേവതിയും കാണുന്നുണ്ട്. രേവതി ആണെങ്കിൽ ആ ഒരു ദേവമാത കൊടുത്ത ആ ഒരു ചരടുണ്ടല്ലോ, നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുമ്പോൾ ആ ഒരു പൂജിച്ച ചരട് എങ്ങനെയും നമ്മുടെ അച്ഛന്റെ കയ്യിൽ കെട്ടി കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇവർ കാണുകയെ നമ്മുടെ രേവതിക്ക് ഒരിക്കലും അച്ഛന്റെ കയ്യിൽ ആ ചരട് കെട്ടിക്കൊടുക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകും? നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ രേവതി എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സച്ചിയും രേവതിയും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ അതെങ്ങനെയൊക്കെ തീരും അല്ലെ പ്രേക്ഷകർ? എന്തായാലും നമ്മുടെ അച്ഛന്റെ ജീവൻ അതാണല്ലോ നമുക്ക് പ്രധാനം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.